മറ്റൊരു വർഷം കൂടി കടന്നു പോവുകയാണ്. ഒരുപിടി സിനിമകൾ ഈ വർഷം പിറവിയെടുത്തു. ഭാഷാ വ്യത്യാസമില്ലാതെ പല സിനിമകളും സ്വീകരിക്കുകയും ചെയ്തു. ചില സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ടും മനസ്സിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കി നിലനിന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെയെങ്കിലും തീർന്നാൽ മതിയെന്ന് തോന്നിവെച്ച സിനിമകളും ഈ വർഷം കാണാൻ സാധിച്ചു. അത്തരത്തിൽ തിയേറ്ററിൽ നിന്ന് കഷ്ടപ്പെട്ട് കണ്ടു തീർത്ത ചില സിനിമകൾ നോക്കാം. ലാൽ സലാം. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സ്പെഷ്യൽ അപ്പിയറൻസിലെത്തുന്ന സിനിമ എന്നായിരുന്നു ലാൽ സലാമിന്റെ പ്രധാന പരസ്യവാചകം. സ്ക്രീനിൽ രജനീകാന്ത് ആണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും കണ്ടിരിക്കാമെന്ന് ചിന്തിച്ചു. എന്നാൽ ലാൽ സലാം അതിനൊരു അപവാദമായി മാറി. രജനീകാന്ത് എന്ന സൂപ്പർ സ്റ്റാറിനെ എങ്ങനെ അവതരിപ്പിക്കരുത് എന്നതിനൊരു മാതൃകയായി ലാൽ സലാം മാറി. AR റഹ്മാന്റെ പാട്ടുകൾ പോലും ചിത്രത്തെ രക്ഷിച്ചില്ല. ഒരു തരത്തിൽ സിനിമ തീർന്നിട്ടും ടൈറ്റിലും ചിത്രത്തിന്റെ കഥയ്ക്കും തമ്മിലുള്ള ബന്ധം ആലോചിച്ച് ഒരുപാട് സമയം പാഴാക്കേണ്ടി വന്നു. ഓസ്ലർ. ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകരുടെ ആദ്യ ചോയ്സ് ആയിരുന്നു ജയറാം. തുടർന്നുള്ള പരാജയങ്ങൾക്ക് ശേഷം നായകനായ ചിത്രമായിരുന്നു ഓസ്ലർ. മമ്മൂട്ടിയുടെ അതിഥിവേഷവും മിഥുൻ മുകുന്ദന്റെ സംഗീതവും അതിനോടൊപ്പം മിഥുൻ മാനുവലിന്റെ മേക്കിങ്ങും ഒരു പരിധിവരെ രക്ഷപ്പെടുത്തി. എങ്കിലും അമച്വർ സംഭാഷണവും ക്ലീഷേ കഥയും ചിത്രം പിന്നോട്ടലിച്ചു. തിയേറ്ററിൽ നിന്ന് 40 കോടിയിലധികം കളക്ഷൻ ലഭിച്ച ചിത്രം വിജയമാകാൻ സാധിച്ചു. തങ്കമണി. ഈ വർഷത്തെ ഏറ്റവും മോശം തിയേറ്റർ അനുഭവമെന്ന് തങ്കമണിയെ വിശേഷിപ്പിക്കാം. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുങ്ങിയ സിനിമ എന്ന ലേബലിലെത്തിയ ചിത്രം വലിയ ക്രൂരതയാണ് പ്രേക്ഷകരോട് കാണിച്ചത്. അഭിനയം, സംവിധാനം, മേക്കിംഗ് തുടങ്ങി സകല മേഖലകളിലും പരാജയമായ ഈ വർഷത്തെ ചുരുക്കം സിനിമകളിലൊന്ന് തങ്കമണിയാണ്. മലയാള സിനിമ മാറിയതറിയാതെ ഇപ്പോഴും പഴയ കാലത്തെ സിനിമകൾ ചെയ്യുന്ന ദിലീപ് ഇതുപോലുള്ള സിനിമകളാണ് ചെയ്യുന്നതെങ്കിൽ അധികം വൈകാതെ ഫീൽഡ് ഔട്ട് ആകുമോ എന്ന് സംശയമില്ല. ഇന്ത്യൻ 2. 60 വർഷത്തെ സിനിമാ ജീവിതത്തിൽ ഒരു മോശം സിനിമ പോലും ഇല്ലാതിരുന്ന കമൽഹാസന്റെ ഏറ്റവും മോശം ചിത്രമായി ഇന്ത്യൻ 2 മാറി. എന്തിനു ശേഷം കയ്യിലെ മരുന്ന് തീർന്ന ശങ്കർ കോടികൾ പൊടി പൊടിക്കുന്ന സിനിമയാണ് ബ്രഹ്മാണ്ഡം എന്ന ചിന്തയിലാണ് ഇപ്പോഴും കഴിയുന്നത്. തമിഴ് സിനിമയിലെ എക്കാലത്തും മികച്ച കഥാപാത്രങ്ങൾ സേനാപതിയെ വെറും ട്രോള് ചെയ്ത് ഇന്ത്യൻ 2 മാറ്റി. 3 മണിക്കൂർ തിയേറ്ററിന്റെ അകത്തിരുന്ന് ഇന്ത്യൻ 2 കണ്ടപ്പോൾ എന്തെങ്കിലും വർമ്മവിദ്യ ഉപയോഗിച്ച് പ്രേക്ഷകനെ മയക്കി കിടത്തിക്കൂടെ എന്ന് സംവിധായകനോട് ചോദിക്കാൻ തോന്നി. എടുത്തു പറയാൻ ഒരു പോസിറ്റീവ് പോലും ഇല്ലാത്ത ബിഗ് ബജറ്റ് ചിത്രമായി ഇന്ത്യൻ 2 ലിസ്റ്റിൽ ഇടം പിടിച്ചു. ദ ഗ്രേറ്റ് ഓഫ് ഓൾ ടൈം. അഭിനയ ജീവിതത്തിന് താൽക്കാലിക വിരാമം ഇട്ട് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നെന്ന് പ്രഖ്യാപിച്ചതിനു ശേഷം തിയേറ്ററിലെത്തിയ സിനിമ. തരം കിട്ടുമ്പോഴെല്ലാം നായകന് ഗോട്ടാണെന്ന് തലവനാണെന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സിനിമയായിരുന്നു ഗോട്ട്. വിജയുടെ ഇതുവരെയുള്ള സിനിമകളിലെ ചേഷ്ടകളുള്ള ഡയലോഗുകളും മാഷപ്പോലെ ചേർത്ത് വെച്ച സിനിമ ആരാധകർക്ക് പോലും നിരാശ സമ്മാനിച്ചു. 400 കോടി കളക്ഷൻ നേടി അണിയറ പ്രവർത്തകർ സേഫ് ആയെങ്കിലും പ്രേക്ഷകർക്ക് ചിത്രം കണ്ടു തീർക്കുക എന്നത് കഠിനാനുഭവമായി മാറി. കങ്കുവ. 2.5 വർഷത്തെ മേക്കിംഗ്, നാടുനീളെയുള്ള പ്രമോഷൻ, ഇതെല്ലാം കണ്ട് പുലർച്ചെ സിനിമ കാണാൻ പോയവരെ ടോർച്ചർ ചെയ്ത് സിനിമയായിരുന്നു കങ്കുവ. കെട്ടുറപ്പില്ലാത്ത തിരക്കഥയിൽ ഒരുങ്ങിയ കങ്കുവ കണ്ടിറങ്ങിയവർക്ക് ചെവിക്കകത്ത് മൂളലും തലയിൽ ചെവിയുടെ ഡയഫ്രം അടിച്ചു പോകുന്ന തരത്തിൽ സൗണ്ട് മിക്സ് ചെയ്ത കങ്കുവ ഈ വർഷത്തെ മോശം സിനിമയ്ക്കുള്ള മത്സരത്തിൽ ഇന്ത്യൻ 2 ഒത്ത എതിരാളിയായി മാറി. പുഷ്പ 2. 3 വർഷത്തിന് ശേഷം കാടിളക്കിയുള്ള ഹൈപ്പിൽ ആദ്യ ഭാഗത്തിൽ തീർക്കേണ്ട കാര്യം വലിച്ചു നീട്ടി 2ാം ഭാഗത്തേക്കും അവിടെ നിന്ന് 3ാം ഭാഗത്തേക്കും റബ്ബർ ബാൻഡ് നീട്ടുന്ന പോലെ നീട്ടിവെച്ചിട്ടുണ്ട്. ഒരു തരത്തിൽ ആദ്യമായി ഒരു സിനിമയുടെ ക്ലൈമാക്സിന് തിയേറ്റർ മുഴുവൻ കൂവുന്നത് പുഷ്പ 2 കണ്ടു. പാൻ ഇന്ത്യൻ എന്ന പേരിൽ എന്ത് കാണിച്ചാലും പ്രേക്ഷകർ കാണുമെന്ന ചിന്തയിൽ എന്തബദ്ധവും എടുത്തു വെക്കുന്ന സംവിധായകർ പ്രേക്ഷകരെ വില കുറിച്ച് കാണുന്നതിനുള്ള മറുപടിയാണ് പല സിനിമകളുടെയും പരാജയ കാരണം. വരും വർഷങ്ങളിൽ ഇത്തരം അസഹനീയ സിനിമകളുടെ എണ്ണം കുറയുമെന്ന് കരുതുന്നു. ഇതിൽ അവസാനിക്കുന്നില്ല 2024 മോശം തിയേറ്റർ അനുഭവമുള്ള സിനിമകൾ. ഇതുപോലെയുള്ള സിനിമ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.